ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലോഡഡ് ഫ്രൈസ്. എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ലോഡഡ് ഫ്രൈസ്. എന്നാൽ നമുക്കതൊന്ന് തയ്യാറാക്കിയാലോ? വായോ, നമുക്ക് വേഗം തയ്യാറാക്കാം. അതിനായി ആദ്യം തന്നെ 150 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്ത് അതിലേക്ക് മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. പിന്നെ ഈ ചിക്കൻ നേരിയതായി കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല തിക്കായി കട്ട് ചെയ്താൽ അത്ര ടേസ്റ്റ് കാണില്ല. അപ്പോൾ നമുക്കിനി ഇത് ഷാലോ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഷാലോ ഫ്രൈ ചെയ്താലോ? ഓക്കെ, അതിനായി ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച്, ഏത് എണ്ണ വേണമെങ്കിലും ഒഴിക്കാം. അതിലേക്ക് നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ചിക്കനൊക്കെ വെന്ത് സൂപ്പറായിട്ടുണ്ട്. ഇനി അടുത്തത് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മൾ സൂപ്പർ മാർക്കറ്റിലെല്ലാം പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അതെടുത്ത് നല്ലതുപോലെ ഒന്ന് തണുപ്പ് മാറ്റിയ ശേഷം എണ്ണയിൽ വറുത്ത് കോരി ക്രിസ്പിയായി, വെറുതെ വറുത്ത് കോരുമല്ല, നല്ലതുപോലെ ക്രിസ്പിയായി വറുത്ത് കോരി മാറ്റി വെക്കണം. അതും സെറ്റ്. ഇനി അടുത്ത് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനായി ഒരു പ്ലേറ്റ് എടുത്ത് ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം നിരത്തി ഫ്രഞ്ച് ഫ്രൈസിൻ്റെ മുകളിലേക്കായി നമ്മൾ നേരത്തെ തയ്യാറാക്കി വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇല്ലേ, അതും ഇടാം. അപ്പോൾ ചിക്കൻ എല്ലാം നല്ല അടിപൊളിയായി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്കായി കുറച്ച് ടൊമാറ്റോ സോസും ഇട്ട് അതിൻ്റെ മുകളിലേക്കായി നിങ്ങൾക്ക് മയോ ഡിപ്പ് ഇടാം, അല്ലെങ്കിൽ വൈറ്റ് സോസ് ഇടാം, ചീസ് ഡിപ്പ് ഇടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ചീസ് മയോ ഡിപ്പാണ് ഇട്ടേക്കുന്നത്. ഇത് നല്ലതുപോലെ നമുക്ക് എത്രയാണോ ആവശ്യം അത്രയും അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് കൂടും. നമ്മളുടെ ലോഡഡ് ഫ്രൈസ് റെഡി. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വിഭവങ്ങൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇനി എന്താണോ വിഭവം ആവശ്യമുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. താങ്ക്